ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിലെ ഓണം എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്റർ വൈസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മളിതിൽ ഇവിടെ പറയുന്നത്. ഓക്കെ, ഫുഡ് ഫോർ ഹെൽത്തിൽ അല്ലേ, ഫുഡ് ഫോർ ഹെൽത്തിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. സോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് ഇൻ ഫുഡ് ദാറ്റ് പ്രൊവൈഡ് എനർജി, ഹെൽപ്പ് ബോഡി ഗ്രോത്ത് ആൻഡ് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഡിസീസ്. നമുക്ക് ഫുഡിലൂടെ കിട്ടുന്നതാണല്ലേ എനർജി, അതുപോലെ ബാക്കിയുള്ള ഡിസീസസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ശക്തി, ഇതൊക്കെ നമുക്ക് ഡിസീസസ് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ശക്തി. അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ന്യൂട്രിയൻസ്. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നതാണ് വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ് ഇൻ ഫുഡ്. ഫുഡിലൂടെ കിട്ടുന്ന മേജർ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതാണ്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ, ഫൈബർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ ബാലൻസ്ഡ് ഡയറ്റ്. എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്? എ ഡയറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ന്യൂട്രിയൻസ് ഇൻ കറക്റ്റ് പ്രൊപ്പോർഷൻ ഫോർ ഹെൽത്ത്. ഓക്കെ, നമുക്ക് ഹെൽത്തിന് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിലുള്ള ഒരു ഫുഡ്, എല്ലാ ഫുഡ് ഐറ്റംസും നമുക്ക് കറക്റ്റ്, ആവശ്യമില്ലാത്ത ഫുഡൊക്കെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹെൽത്തിന് വേണ്ട എല്ലാ ഫുഡും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ഫൈബർ, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഫൈബർ എന്ന് പറയണം, എന്തുകൊണ്ടാണ് ഫൈബർ നമുക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാൻ കാരണം എന്നും കൂടി പറയണം. അപ്പോൾ ഇൻഡൈജസ്റ്റബിൾ പാർട്ട് ഓഫ് ഫുഡ്, പ്ലാന്റ് സെൽസ്, ഹെൽപ്സ് ഇൻ പ്രോപ്പർ ഡൈജഷൻ ആൻഡ് പ്രിവെൻറ്റ് കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നെയിം ഡെഫിഷ്യൻസി ഡിസീസ് ആൻഡ് ന്യൂട്രിയൻസ് ലാക്കിംഗ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ഈ ഒരു സെക്ഷനിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണം എന്തിൻ്റെ കുറവാണ്? വൈറ്റമിൻ എയുടെ കുറവാണ്. സ്കർവിക്ക് കാരണം വൈറ്റമിൻ സി ആണ്. റിക്കറ്റ്സിന് കാരണം വൈറ്റമിൻ ഡി ആണ്. അനീമിയയ്ക്ക് കാരണം അയൺ ആണ്. ഗോയിറ്ററിന് കാരണം അയഡിൻ ആണ്. ക്വാഷിയോക്കോറിന് കാരണം എന്താണ്? പ്രോട്ടീൻ ആണ് കേട്ടോ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ ഡു വി ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച് ഇൻ ഫുഡ്. നമ്മുടെ ഫുഡിൽ സ്റ്റാർച്ച് കണ്ടൻറ്റ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് കുറേ ഫുഡ് ഐറ്റംസും അത് സ്റ്റാർച്ച് കണ്ടൻറ്റും വെച്ച് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഏത് വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ഏതായിക്കോട്ടെ അതിലേക്ക് നമ്മൾ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ബ്ലൂ കളർ ഓർ ബ്ലാക്ക് കളർ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ടെന്നാണ് പറയുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 വരുന്നത് വൈ ഈസ് സൺലൈറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻഫാൻസ്. എന്തുകൊണ്ടാണ് സൺലൈറ്റ് ഇത്ര ഇമ്പോർട്ടൻസ്? നമുക്കറിയാം അല്ലേ, ഹെൽപ്സ് ബോഡി മേക്ക് വൈറ്റമിൻ ഡി, പ്രിവെൻറ്റ്സ് റിക്കറ്റ്സ്. നമുക്ക് ബോഡിയിലേക്കുള്ള വൈറ്റമിൻ ഡി എന്താണ് തരുന്നത്? സൺലൈറ്റ് ആണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ക്വിക്കായിട്ടുള്ള റിവിഷനാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 2 മാർവൽ ഓഫ് മാഗ്നറ്റിക് റിയലാണ്. വാട്ട് ഈസ് മാഗ്നറ്റ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ മെറ്റീരിയൽ ദാറ്റ് അട്രാക്ട് അയൺ, നിക്കൽ, കൊബാൾട്ട്. അപ്പോൾ അയണിനെ ആയിക്കോട്ടെ, നിക്കലിനെ ആയിക്കോട്ടെ, കൊബാൾട്ടിനെയും മറ്റ് അട്രാക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലിനെ നമുക്ക് എന്ന് പറയാം? മാഗ്നറ്റ് എന്ന് പറയാം. ഗീവ് എക്സാമ്പിൾസ് ഓഫ് മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അപ്പോൾ നമുക്കിതൊരു ബോക്സ് രൂപത്തിൽ വേണമെങ്കിൽ ചോദിക്കാം. അവരിപ്പോൾ കുറേ എക്സാമ്പിൾ തരും, അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുന്ന രീതിയിൽ കേട്ടോ. സോ പഠിച്ചു പോവാം. മാഗ്നറ്റിക്കിന് എക്സാമ്പിൾ അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ. നോൺ മാഗ്നറ്റിക്കിന് എക്സാമ്പിൾ വുഡ്, പേപ്പർ, പ്ലാസ്റ്റിക്, കോപ്പർ, ഗോൾഡ്. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വാട്ട് ആർ മാഗ്നറ്റിക് പോൾസ്. എന്താണ് മാഗ്നറ്റിക് പോൾസ് എന്ന് നമുക്കറിയാം. ഒരു മാഗ്നറ്റിൻ്റെ രണ്ട് അറ്റത്തിനെ പറയുന്നതാണ്. അതായത് നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. അതാണ് മാഗ്നറ്റിക് പോൾസ്. ദ എൻഡ്സ് ഓഫ് എ മാഗ്നറ്റ് വേർ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് സ്ട്രോങ്ങസ്റ്റ്. ഓക്കെ, അവിടെ എന്തായിരിക്കും? അതായത് മാഗ്നറ്റിൻ്റെ രണ്ട് അറ്റമായിരിക്കും. അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലും ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, വാട്ട് ഹാപ്പൻസ് വെൻ സിമിലർ ആൻഡ് ഓപ്പോസിറ്റ് പോൾസ് ആർ ബ്രോട്ട് ക്ലോസ്. അതായത് സിമിലർ പോൾസ് തമ്മിൽ അട്രാക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യുമോ? ഇല്ല, റിപ്പലാ ചെയ്യാന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ് പോൾസ് ആണ് അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു. സോ ലൈക്ക് പോൾസ് റിപ്പൽ, അൺലൈക്ക് പോൾസ് അട്രാക്ട്. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ ക്യാൻ യു ഷോ ദാറ്റ് മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് മോർ അറ്റ് പോൾസ്. എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം മാഗ്നറ്റിക് ഫോഴ്സ് പോൾസിലാണ് കൂടുതൽ എന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളോടത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം?
ഓക്കെ. wrap magnet in paper, sprinkle iron fillings, more collect at poles. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ടുള്ള കൊടുത്തുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലേ. അതായത് നമ്മുടെ അയൺ ഫില്ലിങ്സ് മാഗ്നറ്റും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പറ്റി പിടിച്ചിരിക്കുക 2 പോൾസിലായിരിക്കും. അതായത് അവിടെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതൽ എന്നർത്ഥം. ഓക്കെ. അടുത്തത് സ്റ്റേറ്റ് 2 യൂസസ് ഓഫ് മാഗ്നറ്റ്സ്. നമുക്കിത് എക്സ്പെക്ട് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ. യൂസ്ഡ് ഇൻ കോമ്പസസ്, റെഫ്രിജറേറ്റേഴ്സ്, ടോയ്സ്, മോട്ടോഴ്സ്, സ്പീക്കേഴ്സ്. ഇതിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി ലൈഫിൽ നിന്നും കൂടിയും പറയാം. ഓക്കെ. അടുത്തത് ചാപ്റ്റർ 3 ആയിട്ടുള്ള ലെറ്റ് സ്റ്റാൻഡ് സ്ട്രെയിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സ്കെൽട്ടൺ ആണ്. എന്താണ് സ്കെൽട്ടൺ? ദ ഫ്രെയിം വർക്ക് ഓഫ് ബോൺ ദാറ്റ് ഗീവ് ഷേപ്പ് ആൻഡ് സപ്പോർട്ട് ഓഫ് ദ ബോഡി. അതിന് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് കിട്ടാം. എന്താണ് സ്കെൽട്ടൻ്റെ ഫംഗ്ഷൻസ് എന്ന് കൂടി അല്ലേ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഫംഗ്ഷൻ ഓഫ് സ്കെൽട്ടൺ ആണ്. സ്കെൽട്ടൺ എന്തൊക്കെയാണ്? നമുക്ക് ഷേപ്പ് തരുന്നുണ്ട്, നമുക്ക് ബോഡിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഗീവ് ഷേപ്പ് ടു ബോഡി, ഹെൽപ്സ് മൂവ്മെൻറ്റ് ഇൻ മസിൽസ്, പ്രൊട്ടക്റ്റ് ഇൻറ്റേർണൽ ഓർഗൻസ് ലൈക്ക് സ്കൾ, ബ്രെയിൻ, റിബ്കേജ്, ഹേർട്ട് ആൻഡ് ലങ്സ്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ബ്ലഡ് സെൽസ് ഇൻ ബോൺ മാരോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ മെനി ബോൺസ് ആർ ദർ ഇൻ എ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട്? 206 ബോൺസ് കേട്ടോ. വൈ ഈസ് ഗുഡ് പോസ്ചർ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഗുഡ് പോസ്ചർ ഇമ്പോർട്ടൻ്റ് ആയത്? പ്രിവെൻറ്റ്സ് ബാക്ക് പെയിൻ, കീപ്സ് സ്പൈൻ ഹെൽത്തി, ഇംപ്രൂവ്സ് ബ്രീത്തിങ് ആൻഡ് കോൺഫിഡൻസ്. നെക്സ്റ്റ് നെയിം മെയിൻ പാർട്ട് ഓഫ് ദി സ്കെൽട്ടൺ. സ്കെൽട്ടൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണ്? ഒന്ന് സ്കള്, പിന്നെ സ്പൈൻ അതായത് വേർട്ടിബിൾ കോളം ഓർ പിന്നെ അല്ലെങ്കിൽ റിബ് കേജ്, ലിംസ്, പിന്നെ ഷോൾഡർ ആൻഡ് ഹിപ്പ് അല്ലേ നമുക്ക് പറയാം. വാട്ട് ആർ ജോയിൻസ്? ഗീവ് എക്സാമ്പിൾ. ജോയിൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. 3 ജോയിൻസ് നമുക്ക് പഠിക്കാനുണ്ട്, അതിന് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ. ജോയിൻസ് എന്ന് പറയുന്നത് പ്ലേസസ് വേർ 2 ബോൺസ് മീറ്റ്. 2 ബോൺസ് മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസസിനെയാണ് നമ്മൾ ജോയിൻസ് എന്ന് പറയുന്നത്. 3 ജോയിൻസ് ആണുള്ളത്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻസ് അതെവിടെയാണ്? ഷോൾഡറിൽ അല്ലെങ്കിൽ ഹിപ്പിൽ. അടുത്തത് ഹിഞ്ച് ജോയിൻറ്റ്, അത് നീ എൽബോയിൽ. പിവറ്റ് ജോയിൻറ്റ് നെക്കിൽ കേട്ടോ. സോ ഇതിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണ് പോസിബിൾ ആവുന്ന ആൻസറും കൂടി പഠിച്ചിട്ട് പോകണം. ഓക്കെ. ഹൗ ക്യാൻ വി കീപ്പ് അവർ ബോൺസ് സ്ട്രോങ്? നമ്മുടെ ബോൺസ് എങ്ങനെയാണ് സ്ട്രോങ് ആക്കി വെക്കുക? അപ്പോൾ ഈറ്റ് കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി റിച്ച് ഫുഡ്, ഗെറ്റ് സൺലൈറ്റ്, റെഗുലർ എക്സസൈസ്, മെയിൻറ്റെയിൻ ഗുഡ് പോസ്ചർ. നല്ല ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം വേണം, വൈറ്റമിൻ ഡി വേണം, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യണം, സൺലൈറ്റ് കിട്ടിയിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോൺസ് എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണത്. ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓരോ ചാപ്റ്ററിൽ നിന്നും കേട്ടോ. താങ്ക് യു.